ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരമ്മ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ മകള് മെലിഞ്ഞ മകള്, പക്ഷെ അവള് മുടിഞ്ഞ ഭാരമാണ്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ മകള് കണ്ടാൽ എല്ലും തോലുക. അവള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ശരീരത്ത് പിടിക്കുന്നില്ല. വല്ല കൊക്കപ്പുഴും ആണോ? അതാ അവരൊരു സംശയം പറഞ്ഞത്. ഏതാണ്ട് അതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശരീരത്ത് പിടിക്കുന്നില്ല. അവൾ മെല്ലിച്ച് തന്നെ, അങ്ങനത്തെ ഒരു സ്കെൽട്ടൺ കോംപ്ലക്ഷൻ. പക്ഷെ അമ്മ പറയാ, ഇതൊക്കെ ആണേലും അവൾ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു മുടിഞ്ഞ ഭാരമാണ്. എൻ്റെ കാരണം പറഞ്ഞത് അവളുടെ വാശി, നിർബന്ധ ബുദ്ധി, സ്വഭാവത്തിൻ്റെ ചില വൈകൃതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാരണം ഈ അമ്മ പറഞ്ഞൊരു കാര്യം, അവൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനൊരു മുടിഞ്ഞ ഭാരമാണ്. ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? കൊന്നുകളയാൻ പറ്റുമോ? അതുപോലെ ഒരുപാട് ഇവർക്ക് ഭാരമായതുകൊണ്ടല്ലേ ഈ രീതിയിലെല്ലാം ഒരു പെറ്റതള്ള പറയേണ്ടി വന്നത്. ചിലപ്പോൾ നമ്മുടെയൊക്കെ വിളി മറന്ന് നമ്മൾ പെരുമാറുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായി മാറും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സംഭവം, ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു സംഭവമാണ്. അവർക്ക് ഭർത്താവിൻ്റെ രോഗാവസ്ഥ അവരെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഇവർ ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ ഭാരപ്പെട്ട ഒരു കാര്യമാണ്. തിരിച്ചു വീട്ടിൽ വന്നിട്ടും പിന്നെ ഭർത്താവിനെ നോക്കണം, അതുപോലെ തന്നെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. ആവശ്യത്തിന് ഉറക്കം പോലും ഇല്ലാതെ കൊണ്ടായിരിക്കാം അവർ വീണ്ടും പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നത്. അങ്ങനെ കുറെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, ഇതിനേക്കാളെല്ലാം ഞങ്ങളെ ഭാരപ്പെടുത്തുന്നത് മകൻ്റെ ഒരു സ്വഭാവ രീതിയാണ്. അവനേതാണ്ട് ഒരു നിരീശ്വരവാദി. അതുപോലെ തന്നെ അവൻ്റെ തോന്നിയാസം ജീവിക്കുന്നു. ഈ കുടുംബത്തിന് ഒരാശ്വാസമോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യത്തില്ല. അങ്ങനെ അവൻ്റെ ലോകത്താണ്. അതുകൊണ്ടാണ് അമ്മ പറയേണ്ടി വന്നത്, മറ്റെന്തിനേക്കാൾ ഞങ്ങളെ ഭാരപ്പെടുത്തുന്നത് മകൻ്റെ ഈ ഒരു സ്വഭാവ രീതികളാണ്. നമുക്ക് ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, ക്രിസ്ത്യാനിയുടെ വിളി മറ്റുള്ളവരെ ഭാരപ്പെടുത്താനുള്ള വിളിയല്ല, പരസ്പരം ഭാരം വഹിക്കാനുള്ള വിളിയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാരം ഞാൻ ഏറ്റെടുത്ത് അവർക്കൊരു ആശ്വാസം പകരാനുള്ള ഒരു വിളിയാണ് ക്രിസ്ത്യാനിയുടെ വിളി. ഗലാത്യർ 6:2 വായിക്കുമ്പോൾ അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവിൻ. ഒരു ക്രിസ്തീയതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞ്, ബെയർ, കെയർ, ഷെയർ. ഈ 3 കാര്യങ്ങളും ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം ഭാരങ്ങൾ വഹിക്കുക, പരസ്പരം കരുതുന്നവരായി മാറുക, അതുപോലെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നവരായിട്ട് മാറുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് മാറണം. അപ്പോഴാണ് വിളിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവർ എന്ന് പറയാൻ സാധിക്കുക. സഭാപ്രസംഗന്റെ പുസ്തകം 4:9 മുതൽ വായിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ദമ്പതിമാർക്കുള്ള ഒരു വലിയ സന്ദേശമാണ്. നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിച്ച് പരസ്പരം സ്നേഹിക്കുന്നവരാണെങ്കിൽ മുപ്പിരിച്ചരടായി മാറും. അപ്പൊ പിന്നെ നിങ്ങളിൽ ഒരാൾക്ക് ഒരു തളർച്ച വന്നാൽ മറ്റേ ആൾക്ക് താങ്ങാൻ പറ്റും. അവരെ തളരുന്നയാളെ ഉന്തിത്താഴയിടുക അല്ലേ ചെയ്യേണ്ടത്, താങ്ങി നിർത്താൻ പറ്റും. അങ്ങനെ പരസ്പരം ഭാരം വഹിക്കുന്നവരായിട്ട് മാറണമെന്ന് ഞാൻ എന്നെ അതിശയിപ്പിച്ചതാണ്. 2 സംഭവങ്ങൾ ഏതാണ്ട് ഒരേ ആഴ്ച കേട്ടപ്പോൾ എന്തൊരു വ്യത്യാസം എന്ന് എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്തയാണ്. ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ, അച്ഛാ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്, എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നത് എനിക്ക് ആനന്ദപ്രദമാണ്, ഭാര്യയെ നോക്കാനായിട്ട് ഒരുപാടുമില്ല. എൻ്റെ കാരണം പറഞ്ഞത് അവൾക്കൊരു പരാതിയില്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുന്നു, എങ്ങാനും സമയത്ത് എത്താൻ പറ്റാതെ പോയാൽ പോലും ഒരു പരാതിയില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നത്, ക്യാൻസർ രോഗിയായ ആ മകളെ ശുശ്രൂഷിക്കുന്നത് എനിക്കൊരു സമാധാനവും അതുപോലെ തന്നെ ആനന്ദവും പകരുന്ന ഒരു കാര്യമാണ്. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്, പുള്ളിക്ക് ഇതുപോലെ രോഗാവസ്ഥ, ഇങ്ങനെ കിടപ്പ് രോഗിയാണ്. ആ മനുഷ്യന് തുപ്പാനൊക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പാത്രം വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, ഒരു പ്രാവശ്യം പോലും അതിനകത്ത് തുപ്പിയിട്ടില്ല. പുള്ളി നേരെ നിലത്തോട്ട് തുപ്പും. ഇനി അതെന്താ അങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയണത്, നിനക്കെന്നെ ഇതിന് മാത്രം പണി, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. മേലാതെ കിടക്കുകയാണെങ്കിലും എന്തൊരു അഹങ്കാരപൂർവ്വമുള്ള പെരുമാറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്നത് ആനന്ദപ്രദമാവുമോ? അത് ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറും. ഞാൻ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ഭാരം കുറയാൻ സ്നേഹം വളരണം. 1 കൊരിന്തോസ് 14 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ വചനം തന്നെ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം 29:20 എടുത്താൽ, യാക്കോബിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു, പക്ഷെ അതൊന്നും ഭാരമായി തോന്നിയില്ല. എന്തായിരുന്നു കാരണം? അവന് റേച്ചലിനോടുണ്ടായിരുന്ന ആ ഒരു കറതീർന്ന സ്നേഹം. ആ സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് വേണ്ടി കാത്തിരുന്നതോ അവൾക്ക് വേണ്ടി ലാബാന്റെ കീഴിൽ അധ്വാനിച്ചതോ അവനൊരു ഭാരമായി തോന്നിയില്ല. അതുകൊണ്ട് സ്നേഹം വളരുമ്പോൾ ഭാരം കുറയും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്,
ഭാരം കുറയാൻ വേറൊരു കാര്യം കൂടെ സംഭവിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉയർന്നു വരണം. നമുക്ക് വേണമെങ്കിൽ കൃപയിൽ ജീവിക്കാം, കൃപയില്ലാതെ ജീവിക്കാം. കൃപയില്ലാതെ ജീവിക്കുന്നവർക്ക് ചെറിയൊരു രോഗം മതി, ഭാരപ്പെടുത്തുന്നത് പോലത്തെ അനുഭവം ഉണ്ടാവും. എന്തെങ്കിലും ചെറിയൊരു നഷ്ടം വന്നാൽ മതി, ആരെങ്കിലും അവർക്കെതിരെ ഒന്ന് സംസാരിച്ചാൽ മതി, അതെല്ലാം ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളായിട്ട് അവർക്ക് മാറും. കൃപയുള്ളവർക്കോ നമ്മൾ കാണുന്നുണ്ട്. 2 കൊറിന്തോസ് 12:7 മുതൽ വായിക്കുമ്പോൾ പൗലോസിന് വലിയൊരു മുള്ള് അവൻ്റെ ശരീരത്തിൽ അവൻ അനുഭവിച്ചു. മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മാറിയില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, മാറിയില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്നൊരു സ്വരവും കേട്ടു, നിനക്കെൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു. ഇത് കേട്ടതിന് ശേഷം പിന്നെ ആ മുള്ളു മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് പറഞ്ഞാൽ ദൈവകൃപ, ആ കൃപയുടെ അളവ് ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരട്ടെ അതിനെ എടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഒരു രോഗമോ ഒരു നഷ്ടമോ തിരസ്കരണമോ ഇതൊന്നും ഭാരപ്പെടുത്തുന്ന കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഭാരം സഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനമാണ്. സ്വർഗം മുന്നിൽ കണ്ട് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ ഒന്നും നമ്മളെ ഭാരപ്പെടുത്തുന്നതായിട്ടോ തകർത്ത് കളയുന്നതായിട്ടോ നമുക്ക് അനുഭവപ്പെടത്തില്ല. റോമ 8:18 വായിച്ചാൽ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസ്സാരമാണ്. വിശുദ്ധ കൊച്ചുറേസ്യ പറഞ്ഞത്, ഞാൻ എന്തും സഹിക്കും. എന്തിനു വേണ്ടി? സ്വർഗത്തിൽ പോകാൻ. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ എന്തും സഹിക്കും. കൽപ്പനകൾ പാലിക്കുന്നതിലുള്ള ആ ഒരു ത്യാഗം, അതെല്ലാം ഞാൻ ഏറ്റെടുക്കാൻ റെഡി. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് കല്ലും മണ്ണും തിന്നാം. ഇവിടെയെല്ലാം നമ്മൾ കാണുക സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്രകാരം പെരുമാറാനായിട്ട് സാധിച്ചത്. നമുക്ക് ആ ഒരു ദർശനം ഉണ്ടാകാനും അതിൻ്റെ വെളിച്ചത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.